النبي صلوا. بسم الله الرحمن الرحيم. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. أوصل اللهم طواب قراءتنا إلى حضرة شفينا مصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه وذرياته وأهل الخير كلهم أجمعين وإلى حضرات ساداتنا وعلماء المؤتمس مستقبل جميع العلماء. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين بحكم. اللهم بارك في اجتماعنا هذا. اللهم بارك في أمرنا هذا. اللهم احسن مرادنا وبلغ مقصودنا واقض حوائجنا قاضي الحاجات. يا لطيف يا لطيف يا لطيف الطف بنا فإن تيسير العسير إليك يسير. اللهم يسر أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا معنا شقيا ولا مطرودا ولا محروما. وإلى حضرات آبائنا وأمهاتنا مشايخنا وأساتذتنا اللهم اغفر لنا ولهم. اللهم اجمع بيننا وبينهم في دار القرار مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. ബഹുമാന്യരായ ഈ വേദിയിൽ എത്തിച്ചേർന്ന സമാദരണീയനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ആദരണീയനായ കോഴിക്കോട് ഖാളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവർകളെ, ബഹുമാന്യനായ താനൂർ നിയോജക മണ്ഡലം MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ്, ആദരണീയനായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സെക്രട്ടറി ഹാജി മുഹമ്മദ് ഷാഫി അവർകളെ, താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് പ്രിൻസിപ്പൽ ബഹുമാന്യനായ ഉസ്താദ് CM അബ്ദുൽ സമദ് ഫൈലി, ആദരണീയനായ VK മുഹമ്മദ് ഇബ്നു മൗലവി സാഹിബ്, SYS താനൂർ മണ്ഡലം പ്രസിഡന്റ് ബഹുമാന്യനായ സയ്യിദ് KNC തങ്ങൾ, മണ്ഡലം ജനറൽ സെക്രട്ടറി CK ഹിദായത്തുള്ള, SKSSF താനൂർ മേഖലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൾ റഷീദ് ഷിഹാബ് തങ്ങൾ, ബഹുമാന്യനായ കോട്ടുകാട് മഹല്ല് ഖത്തീബ് മുദരിസ് അബ്ദുൽ ലത്തീഫ് ബാഖവി, ഓലപ്പീടിക മഹല്ല് മുദരിസ് മുഹമ്മദ് ഫൈസി കീഴ്ശ്ശേരി, കുന്നുംപുറം ജുമാ മസ്ജിദ് മുദരിസ് അബൂബക്കർ ദാരിമി മണ്ണാർക്കാട്, ഈ മഹലിന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാന്യനായ തമ്പ്രേരി അന്തിൻകുട്ടി ഹാജി, ആദരണീയനായ KNS തങ്ങൾ, ബഹുമാന്യനായ പൂക്കുന്നത്ത് കുഞ്ഞഹമ്മദ് കുട്ടി സാഹിബ്, താനൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അഷ്റഫ് സാഹിബ്, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആദരണീയനായ സലാം സാഹിബ്, അഡ്വക്കേറ്റ് PP ആരിഫ്, മഹലിന്റെ ഈ 3 മഹലിന്റെയും നേതാക്കന്മാരായ മൊയ്തീൻ കുട്ടി ഹാജി, കോളങ്ങത്ത് കുഞ്ഞിമോൻ സാഹിബ്, K മുഹമ്മദ് കുട്ടി, കണ്ണഞ്ചേരി കുഞ്ഞീൻ ഹാജി, RV മൊയ്തീൻ കുട്ടി, MK മൂസ ഹാജി, മറ്റു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, അസ്സലാമു അലൈക്കും. മോര്യ ശാഖ SKSSF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഈ നാടിനു വേണ്ടി സമർപ്പിച്ച ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാം എല്ലാവരും സംഗമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ
ഈ മഹല്ലിൽ നടത്തിവരുന്ന വളരെ സജീവമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലൊരു ഇസ്ലാമിക് സെന്റർ ഇവിടെ പടുത്തുയർത്തിയത്. 2001 മാർച്ച് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് അന്നത്തെ SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചതോടുകൂടിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ മഹല്ലിലെയും അതുപോലെ പരിസര മഹല്ലിലെയും പ്രവാസി സുഹൃത്തുക്കളുടെയുമൊക്കെ നിസ്സീമമായ സഹകരണത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ ഞങ്ങൾക്ക് പടുത്തുയർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മഹല്ലിന്റെ നേതൃനിരയിൽ ശ്രദ്ധേയമായ വ്യക്തിത്വമായി നിലനിൽക്കുന്ന ബഹുമാന്യനായ കോളങ്ങത്ത് കുഞ്ഞുമോൻ സാഹിബിന്റെ കയ്യിൽ നിന്നും 2 സെന്റ് സ്ഥലം തുച്ഛമായ വിലക്ക് എടുത്തുകൊണ്ടാണ് 10 വർഷം മുമ്പ് ഞങ്ങൾ ഈ ശ്രമങ്ങൾ നടത്തിയത്. സുദീർഘമായി സംസാരിക്കാൻ ഈ അവസരം അനുയോജ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാന്യരായ സയ്യിദന്മാരും പണ്ഡിതന്മാരുമൊക്കെ സന്നിഹിതമായ ഈ വേദിയിൽ സുദീർഘമായി പ്രസംഗിക്കുന്നത് ഭൂഷണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതി മിനിയാന്ന് ഉച്ചക്ക് 1:30 മണിക്ക് ഈ മഹല്ലിന്റെ ആദരണീയനായ പ്രസിഡന്റ് സമസ്തയുടെ പതാക ഉയർത്തിയതോടുകൂടിയാണ് ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം വിവിധ സെഷനുകളിലായി പണ്ഡിതന്മാരും പ്രമുഖ പ്രാസംഗികരുമൊക്കെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ ശ്രദ്ധേയമായ സെഷനുകൾ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഈ വയലിൽ ഞങ്ങൾ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ സംഗമം ഈ നാടിന്റെ ഒരു യശസ്സുയർത്തുന്ന രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിക്കുകയും ഈ പ്രദേശത്തിനുള്ള മുഴുവൻ ആളുകളും ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ നാടിന്റെ കൂട്ടായ്മയും ഒരുമയും മതസൗഹാർദ്ദവുമൊക്കെ വിളംബരം ചെയ്യുകയുമുണ്ടായി. ഈ അവസരത്തിൽ സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും 1-2 വ്യക്തിത്വങ്ങളെ ഞങ്ങൾക്ക് ഓർക്കാതെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അകാലത്തിൽ നമ്മോട് വിട പറയുകയും ഈ മഹല്ലിന്റെ ധീരമായ മുന്നേറ്റത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒപ്പം ഈ മഹല്ലിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അക്ഷീണ പ്രയത്നം നടത്തിയ ബഹുമാന്യനായിരുന്ന മർഹൂം RV കുഞ്ഞിൻ സാഹിബിനെ പോലെയുള്ള അതുപോലെയുള്ള മഹാന്മാരായ ഉമറാക്കൾ നേതൃത്വം നൽകിയ ആ വഴിയിലൂടെയാണ് ഞങ്ങളും കടന്നു പോകുന്നത്. അവരുടെ പരലോകം അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുദീർഘമായി ഈ അവസരത്തിൽ സംസാരിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. ഈ പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ തങ്ങളവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സെന്ററിന്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് വിദേശയാത്ര നടത്തേണ്ടി വന്നതിനാലാണ് ബഹുമാന്യനായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തന്നിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഈ സദസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഈ സദസ്സിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് SKSSFന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും നമ്മുടെ ഈ മഹല്ലിന്റെ ഓരോ ദീനീ ചലനങ്ങൾക്കും സജീവമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദനായ സുഹൃത്ത് സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങളവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ പരിപാടിക്ക് എത്താമെന്നേറ്റ നമ്മുടെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുർ റബ്ബ് സാഹിബ്, നമുക്കറിയാം നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ MLA എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രദേശവുമായി വളരെയധികം ഹൃദയബന്ധം കാത്തുസൂക്ഷിച്ച ബഹുമാന്യനായ PK അബ്ദുർ റബ്ബ് സാഹിബിനെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ 2 പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ അവസരത്തിൽ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. നമ്മുടെ മദ്രസയിൽ 25 വർഷം അധ്യാപകനായി ജോലി ചെയ്ത ബഹുമാന്യനായ ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുവര്യൻ സദർ മുഅല്ലിം KV കുഞ്ഞുട്ടി ഉസ്താദിനെയും അതുപോലെ ഈ നാടിന്റെ നാടിമിടിപ്പിനൊപ്പം നടന്നുകൊണ്ട് നാടിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിസ്വാർത്ഥതയുടെ നിറകുടമായി പരിലസിക്കുന്ന അഭിവന്ദനായ VK മുഹമ്മദ് ഇബ്നു മൗലവി സാഹിബ്, അദ്ദേഹത്തെയും ഈ പരിപാടിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്. ആ ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് അഭിവന്ദനായ കോഴിക്കോട് ഖാലി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം
ഈ പരിപാടിയിൽ അവാർഡ് ദാനം നിർവഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനും നമ്മുടെ നാടുമായി വളരെയധികം ബന്ധം പുലർത്തുകയും ചെയ്യുന്ന നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ അഭിവന്ദനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരു കാര്യം പ്രത്യേകം പറയുവാനുള്ളത്, ഈ പരിപാടിക്ക് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാന്യനായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി അഭിവന്ദനായ ഡോക്ടർ ബാപ്പുട്ടി ഹാജിയുടെ അഭിവന്ദനായ പുത്രൻ ഷാഫി ഹാജി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഈ സെന്ററിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബാപ്പുട്ടി ഹാജിയെ ഒരിക്കൽ സമീപിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും വളരെ വളരെ വിശാലമായ രീതിയിലുള്ള വിശാല മനസ്കത കാണിക്കുകയും ഈ സെന്ററിന് വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു സംഭാവന നൽകിക്കൊണ്ട് ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഷാഫി ഹാജി സദസ്സിലുണ്ടാവുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം ഈ നാട്ടുകാർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അഭിവന്ദനായ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിന്റെ പ്രിൻസിപ്പളും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ മഹല്ലുകളിലെയും ദീനീ ചലനങ്ങൾക്ക് വേണ്ടി സജീവമായി ജാഗ്രതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്ദനായ ഇസ്ലാഹുൽ ഉലൂം പ്രിൻസിപ്പൽ CM അബ്ദുസ്സമദ് ഫൈസി അവർകൾ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ VK മുഹമ്മദ് ഇബ്നു മൗലവി സാഹിബ്, KV കുഞ്ഞുട്ടി മൗലവി തുടങ്ങിയവരെയും, അതുപോലെ ഖത്തീബുമാരായ അബ്ദുൽ ലത്തീഫ് ബാക്കവി, ഈ മുഹമ്മദ് ഫൈസി കിഴിശ്ശേരി, അബൂബക്കർ ദാരിമി മണ്ണാർക്കാട്, സയ്യിദ് KNC തങ്ങൾ, CK ഹിദായത്തുള്ള, സയ്യിദ് അബ്ദുൾ റഷീദ് ശിഹാബ് തങ്ങൾ, കുട്ടി ഹാജി, മറ്റു പ്രമുഖ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങിന് വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. കാരണം ഈ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയുടെ പര്യായമായി നമ്മുടെ ഈ സദസ്സിൽ ഒരു സൗഹാർദ്ദ പ്രതിനിധിയായി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ സ്റ്റേജിൽ ഉപവിഷ്ടനായ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പോക്കാട്ട് നാരായണൻകുട്ടി നായർ നമ്മുടെ ഈ പരിപാടിയിൽ സൗഹാർദ്ദ പ്രതിനിധിയായി പങ്കെടുക്കുക. ഈ ഗ്രാമത്തിന്റെ പരിച്ഛേദമാണ് അദ്ദേഹം. നമ്മുടെ നാടുകളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന മതസൗഹാർദ്ദത്തിന്റെയും സൗഹൃദ കൂട്ടായ്മകളുടെയും ഒരു പരിച്ഛേദമായി നാരായൺകുട്ടി നായർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഇസ്ലാമിക് സെന്റർ കമ്മിറ്റിക്ക് വേണ്ടി, ഈ സ്വാഗത സംഘത്തിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇനി കൂടുതലായി ആളുകളുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല. വേദിയിൽ ഉപവിഷ്ടരായ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും, ഈ ഓഡിയൻസിന് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയിക്കാനുള്ളത്, ഞങ്ങളുടെ എളിയ ശ്രമത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ ഈ 3 മഹല്ലിന്റെയും ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു സോവനീർ ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. നീണ്ട ഒരു ചെറിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു ചെറിയ സോവനീർ ഇവിടെ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രകാശനം അഭിവന്ദനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുൾ റബ്ബ് സാഹിബ് ഇവിടെ നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു സപ്ലിമെന്റ് പുറത്തിറക്കുന്നുണ്ട്. അതിന്റെ പ്രകാശന കർമ്മം അബ്ദുറഹ്മാൻ രണ്ടത്താണി MLAയും നിർവഹിക്കും. ഇനി കൂടുതലായി സംസാരിക്കുന്നില്ല. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവന്ദനായ സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ അവർകളോട് ഈ സദസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭിവന്ദനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.